ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇത് കർത്താവിൻ്റെ കരുണ നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒഴുകി ഇറങ്ങുന്ന സമയമാണ്. ആ കാരുണ്യത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ നിറവിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈശോയോട് പറയാം, ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ ആകുലതകളെ, എൻ്റെ അസ്വസ്ഥതകളെ, എൻ്റെ സങ്കടങ്ങളെ, വേദനകളെല്ലാം നീ ഏറ്റെടുത്ത് എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ കൂപ്പി പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവസത്തിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നിങ്ങളുടെയൊക്കെ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ ആ സ്നേഹം അനുഗ്രഹമായിട്ട് അത്ഭുതങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. പക്ഷേ കൂട്ടായ്മയിൽ ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മക്കളിൽ ഒത്തിരിയേറെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന മക്കളുണ്ടാകാം. സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ, ചില അകാരണമായ ഭയങ്ങൾ, അസ്വസ്ഥതകൾ, ചില മനസ്സിനെ മുറിക്കുന്ന, വേദനിപ്പിക്കുന്ന അതികഠിനമായ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ, സ്വസ്ഥത തല്ലിക്കിടത്തുന്ന, സമാധാനം കളയുന്ന, രാത്രിയുടെ യാമങ്ങളെ പകലാക്കി മാറ്റുന്ന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ, ഇവിടെ എല്ലാം കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ഇനി എന്ത് ചെയ്യും, എന്താണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ വല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകളെ ഈശോയുടെ സ്നേഹത്തിൽ ഇപ്പോൾ ചേർത്ത് നിർത്തട്ടെ. സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, മാത്രമല്ല ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഇതാ ആർദ്രഹൃദയനായ കർത്താവ്, കാരുണ്യവാനായ ദൈവം, ക്ഷമാശീലനും സ്നേഹനിധിയുമായി ഈശോ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. നമ്മളായിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന കർത്താവാണ് ഈ അൽത്താരയിൽ. ഉണ്ട് ഈശോയോട് പറയാം നിൻ്റെ വേദനകൾ, ഈശോയോട് പറയാം നിൻ്റെ സങ്കടങ്ങൾ, ഈശോയോട് പറയാം നിൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ. നമ്മുടെ ആകുലതയുടെ, അസ്വസ്ഥതകളുടെ എല്ലാ ജീവിതാനുഭവങ്ങളെയും തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് ഇറക്കി വയ്ക്കാം. സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ്റെ ജീവിതം അത് പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു.
അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുകയില്ല. ശ്രദ്ധിക്കണേ, മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയും നിസ്സാരതയും കുറിച്ച് വചനം പറയുകയാണ്. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുകയില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകാനുള്ളതേ ഉള്ളൂ നമ്മുടെ ജീവിതം. നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരും. അതായത് നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിലായിരിക്കും ലോകം കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് അത്ര കണ്ട് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല, ഒത്തിരി കണ്ട് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോ കൂടെയുണ്ടല്ലോ. ഈശോയിൽ പറഞ്ഞ മോനെ, നിന്റെ ഏത് അവസ്ഥയിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്, നിന്റെ ഏത് സങ്കടങ്ങളിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്, നീ കടന്നു പോകുന്ന ഏത് ദുഃഖ ദുരിതങ്ങളിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞത് ഈശോയല്ലേ. അതുകൊണ്ട് ഒരൊറ്റ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സ്വപ്നം കാണുന്നതിനേക്കാളും നേരത്തെ തന്നെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കർത്താവ് അനുവദിക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയിലും സ്നേഹത്തിലും പൂർണ്ണമായി ആശ്രയിച്ചും വിശ്വസിച്ചും ആത്മധൈര്യത്തോടും ബലത്തോടും കൂടെ മുന്നോട്ട് പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്നാണല്ലോ സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവ് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടെ നിന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. അവിടെ നിന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടത്തെ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവ് നമ്മുടെ ജീവനെ ഏതു പാതാളത്തിൻ്റെ അവസ്ഥയിൽ നിന്നും രക്ഷിക്കും. തമ്പുരാന്റെ സ്നേഹവും കരുണയും കൊണ്ട് നമ്മെ കിരീടമണിയിക്കും. ആ വിശ്വാസത്തോടെ ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ സങ്കടങ്ങളെ അൾത്താരയിൽ നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ, നിയോഗങ്ങളെ എല്ലാം ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഗാനത്തോട് ചേർന്ന് എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല.
വീഴുന്നതോ തീയിലല്ല, എന്നീശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നീശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സകല പരീക്ഷണങ്ങളുടെയും വേദനകളുടെയും സഹനങ്ങളുടെ നടുവിൽ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു, ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങാണല്ലോ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇവിടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങ നമുക്ക്. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകളും, കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം. ഒരുപക്ഷെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ, ഭിന്നതകൾ, കലഹം, അസമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക അസ്വസ്ഥതകൾ, അങ്ങനെ പലവിധ വിഷയങ്ങളുടെ നടുവിലാകാം കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസ്ഥകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,